ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ വിമാനത്തിന്റെ കേസ് പറഞ്ഞു. വിമാനത്തിന്റെ കേസ് പറയുമ്പോൾ അദ്ദേഹം ഉപമിച്ചത് വല്ലാത്തൊരു ഉപമയായി പോയി. ഫ്ലാഷ് ബാക്ക്. എയർപോർട്ടിൽ പോയി വിമാനത്തിന്റെ അടുത്ത് നിന്നാൽ മാത്രമേ വിമാനത്തിന്റെ വലിപ്പം അറിയാൻ സാധിക്കൂ. എന്തോ എങ്ങനെ വിമാനത്തിൽ കയറിയിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരാൾ താഴെ നിന്ന് എന്റെ കൈയുടെ നീളമേ അതിനുള്ളൂ, ഒരാൾക്ക് പോലും അതിനകത്ത് കടക്കാൻ സാധിക്കില്ല എന്ന് പറയാം. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അയാൾ പറയുന്നത് യുക്തിയാണ്. സഞ്ചരിച്ച ആൾ വിശ്വാസിയാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അതായത് വിമാനത്തിനകത്ത് കയറി 200 മീറ്റർ വീതിയും 1000 ആളുകൾ ഇരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ആള് വിശ്വാസിയും, താഴെ നിന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ ആള് യുക്തിവാദിയും. എങ്ങനെയുണ്ട് അയാളുടെ യുക്തി? എല്ലാരും വിളിച്ചു. വിമാനത്തിൽ നമ്മൾ കയറുന്നു, ഇത് നാളെ അല്ലെങ്കിൽ അടുത്ത ഒരു മണിക്കൂർ ഇന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യും എന്നത് ട്രസ്റ്റാണ്, അത് ഫെയ്ത്ത് അല്ല. മനസ്സിലായ പിന്നെ അത് സയൻസിന്റെ ആ ഒരു രീതിയോട് നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെ, നമുക്ക് മുന്നറിവിലൂടെ നമ്മൾ ബോധ്യപ്പെടുന്നതാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. അമ്മ കാണിച്ച ആളാണ് അച്ഛൻ എന്ന് പറയുന്നത് ഒരു ബിലീഫാണ്. അത് നമുക്ക് അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ട് DNA തെളിയിക്കുമ്പോ DNA ഇല്ലാത്ത കാലത്ത് പറയുന്ന കാര്യം ഞാനത് ചോദിക്കരുതായിരുന്നു. ഒരു കാലത്തും മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് ഫെയ്ത്ത്. അത് അന്ധമാണ്, അന്ധവിശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസം അന്ധവിശ്വാസം രണ്ടില്ല. പേഴ്സണൽ കാര്യം ഞാൻ ഒരാളെ പ്രേമിച്ചു വഞ്ചിച്ചു എന്ന് ഈ ഹിമവൽ ഭദ്രാനന്ദ ആ വ്യക്തിയുടെ പേരോ നാളോ ആ പേരോ നാളോ ഇവിടെ വെച്ചാൽ ഞാൻ നാളെ മുതൽ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, അദ്ദേഹത്തിന് പാദസേവ ചെയ്ത അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു വഞ്ചിച്ചു എന്ന് അദ്ദേഹം ഇവിടെ തെളിയിക്കണം. ഇല്ലല്ലേ, ഒരു മിനിറ്റ്. പ്രേമം എന്താണെന്ന് അയാൾ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഇനിയിപ്പോ ഞാനത് എക്സ്പ്ലെയിൻ ഞാൻ പ്രേമിച്ചു വഞ്ചിച്ചു. ഞാൻ പ്രേമിച്ചു വഞ്ചിച്ചത് ആൾക്ക് അറിയാം. അല്ലല്ല, പ്രേമം ഇനി ഞാൻ ആൾക്ക് പറഞ്ഞു, എന്നിട്ട് ആ പ്രേമം എനിക്ക് ഭാര്യ കൂടെ വന്നിട്ടില്ലേ? എന്റെ ഭാര്യ ഇതായിരിക്കും. ഇതാണോ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എവിടുന്ന കിട്ടുന്നെന്ന് പറയാം. കണ്ടു കാണുമെന്തോ ശിവനെ. വീട്ടിൽ ഇതുപോലെ തന്നെയാണോ സ്വഭാവം? അല്ലല്ലേ, ഞാൻ ഈ ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ ആയതാണ്. ഇടഞ്ഞാലേ ഉള്ളൂ കേട്ടോ കുഴപ്പമെന്ന് വെച്ചാ കഥ കഴിഞ്ഞു കരുതിയാ മതി അവന്റെ. ഈ പ്രേമത്തിന് വഞ്ച സിജി എന്ന് പറയുന്ന അവള് ചിരിച്ചുകൊണ്ട് ആ കുട്ടി ഇരിക്കുന്നത്. പക്ഷെ ആ കുട്ടി എത്രമാത്രം ചില സന്ദർഭങ്ങളിലൂടെ സംഘർഷ അനുഭവങ്ങൾ ആ കുട്ടി ഫേസ് ചെയ്യുന്നു എന്നുള്ളത് എന്തോന്നാണോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? Give you any kind of explanation. എവിടെ സ്വാമി എന്റെ മരണം പ്രവചിക്കും? എന്റെ മരണ തീയതി, സമയം, എനിക്ക് വരാനിരിക്കുന്ന അസുഖം പ്രവചിക്കും. ഇപ്പോ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആന്തരിക സംഘർഷത്തിന് നടുവിൽപ്പെട്ട് ഉഴലുകയാണോ? ഒരിക്കലും അല്ല. എന്റെ ചുറ്റുമുള്ളവർക്ക് അത് ശരിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എഴുതി വെച്ചോളൂ, നിങ്ങൾ പറയില്ല നിങ്ങൾക്കുള്ള ഇതെല്ലാം കുട്ടി ഇതേ ശ്രീകണ്ഠൻജീനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് കരയുന്ന ദിവസം വൈകാതെ ഉണ്ടാവും. 18 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ കൈയടിക്കും. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതെല്ലാം പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. ഇയാൾ ഈ ആത്മീയത, ഈ പ്രണയം എന്ന് പറഞ്ഞു, ഇയാൾക്ക് ആത്മീയതയിൽ നിന്നാണ് ശ്രീകണ്ഠൻജി യഥാർത്ഥ പ്രണയം ഉണ്ടാവുന്നത്. ഭയങ്കരം തന്നെ. അതുകൊണ്ടാണ് പ്രണയം ഉണ്ടാവുന്നതുകൊണ്ടാണ് സ്വാമിമാര് മലമുകളിൽ കയറി പോകുന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?